മറ്റൊന്ന്, മതിയായ ഡോക്ടർമാരില്ലാത്തതിനാൽ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുകയാണ്. സർജറി വിഭാഗം മുതൽ ജനറൽ ഒപിയിൽ രോഗികളെ പരിശോധിക്കാൻ വരെ ഡോക്ടർമാരില്ലാത്ത സ്ഥിതിയാണ്. ഇടവേളകളില്ലാതെ രോഗികളെ നോക്കേണ്ടതിനാൽ നിലവിലുള്ള ഡോക്ടർമാർക്ക് ജോലിഭാരവും ഇരട്ടിയാണ്. 4 ഡോക്ടർമാരുടെ സേവനമുണ്ടായിരുന്ന സർജറി വിഭാഗത്തിൽ നിലവിൽ 2 ഡോക്ടർമാരാണുള്ളത്. ഓർത്തോയിലും ENTയിലും മതിയായ ഡോക്ടർമാരില്ല. OP വിഭാഗത്തിലാണ് ഡോക്ടർമാരില്ലാത്തതിന്റെ രൂക്ഷമായ പ്രശ്നം നേരിടുന്നത്. സേവനം ലഭ്യമല്ലാതെ വരുമ്പോൾ രോഗികളുടെ പ്രതിഷേധത്തിനും ബഹളത്തിനും ആശുപത്രി തുടർച്ചയായി വേദിയാകുന്നു. മാസങ്ങളായി ഇതാണ് സ്ഥിതിയെങ്കിലും ജില്ലാ പഞ്ചായത്തോ RMOയോ സൂപ്രണ്ടോ ഇത് കണ്ടതായും ഭാവിക്കുന്നില്ല. നമുക്കിപ്പം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ വേണ്ടത് സർജറി, ഓർത്തോ, ഒഫ്താൽമോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക്ക്, ഇതുപോലെ റേഡിയോളജി, ഇങ്ങനെയുള്ളതാണ് മേജർ ഡിപ്പാർട്ട്മെൻറ്റുകൾ. ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഡോക്ടേഴ്സ് കിട്ടിയാൽ മതി, തൽക്കാലം കാര്യങ്ങൾ പോകും. അത്യാഹിത വിഭാഗത്തിലും ഡോക്ടർമാരുടെ അഭാവമുണ്ട്. ഒരു ഡോക്ടർ മാത്രമാണ് പലപ്പോഴും ഇവിടെ സേവനത്തിനുണ്ടാവുക. ഗുരുതരാവസ്ഥയിലുള്ള രോഗി വന്നാൽ ഡോക്ടർ മറ്റു രോഗികളെ വിട്ട് അവരെ ചികിത്സിക്കേണ്ട അവസ്ഥയാണ്. ഇത് തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയാകാറുണ്ട്. ന്യൂറോ വിഭാഗത്തിന് അത്യാധുനിക ഉപകരണങ്ങളും ICUവും ഉണ്ടെങ്കിലും സർജൻ ഇല്ല. ഓങ്കോളജി വിഭാഗം ആഴ്ചയിൽ 1 ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന ആശുപത്രിയാണെങ്കിലും ഇവിടെ നെഫ്രോളജി, കാർഡിയോളജി വിഭാഗങ്ങളിൽ തസ്തിക പോലുമില്ല. ഫാർമസിയിലും മതിയായ ജീവനക്കാരില്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. റിപ്പോർട്ടർ, കോട്ടയം.